അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജാബിർ മന്നാനി സുള്ളാറ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലും വിദേശത്തുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യം ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോസിൽ വന്നിട്ടുള്ളത്. എൻ്റെ നാട്ടുകാരൻ അഥവാ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിൽ കൂനൻമേങ്ങ വാർഡിൽ സ്നേഹപുരം വണ്ടിപ്പുര വീട്ടിൽ പ്രിയപ്പെട്ട മുഹമ്മദ് റഫീഖ് ഫാത്തിമ ദമ്പതികളുടെ ഏക മകനായി 4 വയസ്സുള്ള ആദം സാദ് എന്ന പ്രിയപ്പെട്ട പൊന്നുമകൻ കിഡ്നി ഫെയിലായി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കവെ തന്നെ ആ കുഞ്ഞിന്റെ കരളും ഫെയിലാവുകയും അത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയമാകാനുള്ള ചികിത്സകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമായിരുന്നു. ഏതായാലും ഇന്നലെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ, വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതുപോലെ, കഴിഞ്ഞ 15-ാം തീയതി നിലമേൽ വെച്ചുണ്ടായ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അതിൽ 2 പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒരു കുഞ്ഞുമകനും 9 വയസ്സുകാരൻ ദേവപ്രയാഗ് എന്ന് പറയപ്പെടുന്ന കുഞ്ഞുമകനും മരണപ്പെട്ടു. ആ കുഞ്ഞുമകന്റെ ലിവറും അതുപോലെ കിഡ്നിയും ഒക്കെ നമ്മുടെ ആദന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ കുടുംബം നൽകിയിട്ടുണ്ട്. അപ്പൊ അവന്റെ ഈ പൊന്നുമകൻ ആദം സാദ് ഇന്ന് കിംസ് ഹോസ്പിറ്റലിൽ സർജറിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ഡിസംബർ 19 വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഈ സമയത്താണ് ഞാൻ ഇപ്പോൾ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ആ കുഞ്ഞ് കിംസ് ഹോസ്പിറ്റലിൽ 2 സർജറിക്കാണ് വിധേയമായി കൊണ്ട് കഴിഞ്ഞത്. ആ കുഞ്ഞിന്റെ ആഫിയത്തിനും ആരോഗ്യത്തിനും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ ഏകദേശം 25 ലക്ഷത്തോളം രൂപയാണ് ഈ സർജറിക്ക് ആവശ്യമായി വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ആവശ്യാർത്ഥം ചികിത്സയ്ക്ക് ആവശ്യമായ ഈ സംഖ്യ നിങ്ങളുടെയൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൃത്യമായി നടത്തി ചെയ്ത് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കാരണമായിട്ട് നമ്മുടെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള മാരകവും ഭീകരവുമായൊക്കെ രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കളുടെയൊക്കെ നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തിലേക്കുള്ള കുഞ്ഞുമക്കളുടെയൊക്കെ അവസ്ഥ ഓർമ്മിച്ചിട്ട് ആ മകൻ 4 വയസ്സായ ആ പൊന്നുമകന്റെ ആ ദയനീയ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനീതമായി അറിയിക്കുന്നു, അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തആല നാം ഏവരെയും എല്ലാ വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.